ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള PSC നഴ്സറി ടീച്ചറിൻ്റെ അടുത്ത പ്രിപ്പറേഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ 297/2023 സാമൂഹ്യ നീതിന്യായ വകുപ്പിന് കീഴിലുള്ള നഴ്സറി ടീച്ചറിനും 710/2023 പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള നഴ്സറി ടീച്ചറിൻ്റെ ക്ലാസ്സുകളാണ് തുടരുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് നോക്കാം. ശിശു വിദ്യാഭ്യാസം സാമൂഹികവും ദാർശനികവുമായ അടിസ്ഥാനം 10 മാർക്കിനായിരുന്നു. അതിനകത്ത് വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ പൊതുലക്ഷ്യങ്ങൾ, ശിശു വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും, വിദ്യാഭ്യാസ ദർശനങ്ങൾ, ആശയവാദം, പ്രകൃതിവാദം, പ്രായോഗികതാവാദം, മാനവികതാവാദം എന്നിവയൊക്കെ, വിദ്യാഭ്യാസ ദാർശനികരുടെ കാഴ്ചപ്പാടുകൾ, സംഭാവനകൾ, ഇന്ത്യൻ ദാർശനികരായ രവീന്ദ്രനാഥ ടാഗോർ, സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി, പാശ്ചാത്യ ദാർശനികർ ജോൺ അമോസ് കൊമീനിയസ്, ജീൻ ജാക്കോസ് റൂസോ, ജോൺ ഹെൻറിച്ച് പെസ്റ്റലോസി, ഫെഡറിക് അഗസ്റ്റ് ഫ്രോബൽ, പൗലോ ഫ്രയർ, ജോൺ ഡ്യൂയി, മാക്മില്ലൻ സഹോദരിമാർ, മരിയ മോണ്ടിസോറി. പിന്നെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ ചരിത്രം 10 മാർക്കിന്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അനിവാര്യമാക്കിയ സാഹചര്യം, പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഇന്ത്യയിൽ വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകളും റിപ്പോർട്ടുകളും, ആധുനിക കാലഘട്ടത്തിലെ ശിശു വിദ്യാഭ്യാസം നവീകരണ ശ്രമങ്ങൾ, നാഷണൽ ECCE പോളിസി 2013, ദേശീയ വിദ്യാഭ്യാസ നയരേഖ 2020, NEP 2020, പ്രീ സ്കൂൾ കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളും, കേരളത്തിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം വളർച്ചയും വികാസവും, ശിശു വികാസവും മനഃശാസ്ത്രവും 10 മാർക്ക്. വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകൾ: വിദ്യാഭ്യാസ മനഃശാസ്ത്രം, ചികിത്സാ മനഃശാസ്ത്രം, ക്രിമിനൽ മനഃശാസ്ത്രം, നാഡീ മനഃശാസ്ത്രം, വ്യവസായ മനഃശാസ്ത്രം, വികാസ മനഃശാസ്ത്രം, സാമൂഹ്യ മനഃശാസ്ത്രം. ശിശു വിദ്യാഭ്യാസം ആധുനിക മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ. അടുത്തത് ശിശുവികാസവും വളർച്ചയും 10 മാർക്കിന്. വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, കുട്ടിയുടെ പ്രകൃതം, വികാസഘട്ടങ്ങളും വികാസ മേഖലകളും, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, വ്യക്തിത്വം, പഠനത്തെ സ്വാധീനിക്കുന്ന സമീപനങ്ങൾ, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ചാക്രികാരോഹണ രീതി, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, PWD ആക്ട്. പിന്നെ ശിശുവികാസവും ആരോഗ്യവും 10 മാർക്കിന്. ആരോഗ്യ സംരക്ഷണം, ആരോഗ്യവും പോഷണവും, പോഷക ഘടകങ്ങൾ, പോഷക പ്രശ്നങ്ങൾ മൂലമുള്ള രോഗങ്ങൾ, കുട്ടികളെ ബാധിക്കുന്ന രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, കുട്ടികളിലെ വൈകല്യങ്ങൾ, രോഗപ്രതിരോധം, പ്രാധാന്യം, രീതികൾ, അപകടങ്ങളും പ്രഥമ ശുശ്രൂഷകളും, ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ. പിന്നെ പ്രീ സ്കൂൾ പാഠ്യപദ്ധതി 15 മാർക്കിനാണ്. പാഠ്യപദ്ധതി രൂപീകരണ തത്വങ്ങൾ, പാഠ്യപദ്ധതി രൂപീകരണ പ്രക്രിയ, ഉള്ളടക്കം, പ്രീ സ്കൂൾ സംഘാടനം, കെട്ടിടം, ഫർണിച്ചറുകൾ, അധ്യാപക വിദ്യാർത്ഥി അനുപാതം, റെക്കോർഡുകൾ, അവയുടെ സൂക്ഷിപ്പ്, രക്ഷകർതൃ വിദ്യാഭ്യാസം, കേന്ദ്ര പ്രീ സ്കൂൾ പാഠ്യപദ്ധതി, കേരള പ്രീ സ്കൂൾ പാഠ്യപദ്ധതി, കേരള പ്രീ സ്കൂൾ പഠനവിനിമയ സാമഗ്രികൾ, കളിപ്പാട്ടം, പ്രീ സ്കൂൾ അധ്യാപക സഹായി, കളിത്തോണി, പ്രീ സ്കൂൾ കുട്ടികൾക്കുള്ള പ്രവർത്തനങ്ങളും അധ്യാപകർക്കുള്ള വിനിമയ സഹായികളും, ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും 15 മാർക്ക്. ശിശു പ്രകൃതത്തിന് അനുയോജ്യമായ പ്രവർത്തനങ്ങളും സവിശേഷതകളും, ഉത്കൃതിത സമീപനം, സങ്കേതങ്ങൾ, കളികൾ, പാട്ടുകൾ, കഥകൾ, നിർമ്മാണം, ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ, പ്രവർത്തന മൂലകൾ, ഇടങ്ങൾ, പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ, ആസൂത്രണം, പ്രതിദിനാസൂത്രണം, മൂല്യനിർണ്ണയ ലക്ഷ്യങ്ങൾ, മൂല്യനിർണ്ണയ ഉപാധികൾ, ശിശു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികളും ധർമ്മങ്ങളും, സംസ്ഥാന തലം, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പ്രീ പ്രൈമറി സ്കൂൾ, അംഗനവാടികൾ, ബാലവാടികൾ, നഴ്സറി സ്കൂളുകൾ, ദേശീയതലത്തിൽ NCERT, NIEPA, ICCW, CSWB, NIPCCD. പിന്നെ അന്തർദേശീയ തലത്തിൽ യുണിസെഫ്, യുനെസ്കോ, കെയർ, WHO, സന്നദ്ധ ഏജൻസികൾ, റെഡ് ക്രോസ്, BSS, പിന്തുണ സംവിധാനങ്ങൾ, സാമൂഹ്യ പങ്കാളിത്ത പരിപാടികൾ, PTA, മദർ PTA, രക്ഷകർതൃ ബോധവൽക്കരണം. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സിലബസ്. അപ്പോൾ ഇതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമൊന്നും വരത്തില്ല. അടുത്ത നമ്മുടെ ഈ വർഷത്തെ സിലബസിന് ഒത്തിരി വ്യത്യാസം വരത്തില്ല. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും കാണുമായിരിക്കും, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. താല്പര്യമുള്ളവർ പങ്കെടുക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം ക്ലാസ് ചെയ്ത പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ചർച്ച ചെയ്ത് കണ്ടുപിടിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച്. അപ്പോൾ ആ രീതിയിലായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ കുറേ വർഷത്തെ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കും.
പിന്നെ ഇപ്പം നിലവിൽ ഈ സിലബസ് വെച്ച് പഠിച്ചു പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.